ഇന്ന് നമ്മൾ ഇതുപോലെ ഡാമേജ് ആയ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ച് വീണ്ടും എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഡാമേജ് ആയ ബാറ്ററി ഒരിക്കലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററി ഡാമേജ് ആകുമ്പോൾ മിക്കവരും എടുത്ത് വെറുതെ കളയുവാണ് ചെയ്യുന്നത്. അതുപോലെ ഈ രീതിയിൽ നമ്മൾ സ്ക്രാപ്പിൽ കൊടുത്താലും നമുക്ക് വലിയ കാര്യമായിട്ട് പൈസ ഒന്നും കിട്ടില്ല. അതുപോലെ എനിക്കും ഈ ഒരു കാര്യം അറിയാതെ ഞാൻ ഇതുപോലുള്ള ബാറ്ററി ഒരുപാട് കളഞ്ഞിട്ടുണ്ട് വെറുതെ. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി നമ്മൾ സ്ക്രാപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് അധികം വില കിട്ടാത്തതിൻ്റെ കാരണം ഇതുപോലുള്ള ബാറ്ററിയുടെ പുറമെയുള്ള ആ ഒരു സിലിണ്ടർ, ആ ഒരു മെറ്റൽ പാർട്സിൻ്റെ വില മാത്രമാണ് അവർ കൂട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ ഉള്ളിൽ കോപ്പർ ലെയർ ഉണ്ട്. അപ്പോൾ ആ ലെയറിനാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ബാറ്ററി ഈ രൂപത്തിൽ നമ്മൾ കൊണ്ട് കൊടുത്താൽ നമുക്ക് അധികം പൈസ ഒന്നും കിട്ടില്ല. ആ ഒരു കോപ്പർ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്ന് എടുത്താക്കുന്ന കോപ്പർ ലെയറുകളാണ്. അപ്പോൾ ഇതിന് അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കൂടി കുറേ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചധികം പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ പഴയ ബാറ്ററിയുടെ കോപ്പർ ലെയർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കോപ്പർ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ആ വീഡിയോയിൽ ആദ്യം കാണിച്ച ആ ഒരു ബാറ്ററിയും അതുപോലെ നമ്മുടെ ഈ കുറച്ച് ക്യാമറകളുടെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററി എല്ലാം കൂടിയാണ് നമ്മളിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററി ഇതുപോലെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നതും വളരെ അപകടമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയധികം ബാറ്ററി ഉള്ളതുകൊണ്ട് നമുക്കിത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെങ്കിലാണ് വേഗം പരിപാടി തീരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില ബാറ്ററികൾ ചാർജ് ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററിക്ക് നമ്മളിങ്ങനെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ആകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കട്ടർ ഉപയോഗിച്ച് ബാറ്ററി കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ ആ ഒരു ഭാഗമാണ് കട്ട് ചെയ്യാവുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഡാമേജ് ആയ ബാറ്ററിയിൽ നിന്നും വീണ്ടും എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ്. അതുപോലെ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കട്ടറൊന്നും ഉപയോഗിക്കാതെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇനി ഞാനിവിടെ ഈ ഒരു ബാറ്ററികളെല്ലാം കട്ട് ചെയ്ത രീതി ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഈ ഒരു ബാറ്ററി ആദ്യമേ മണ്ണിലൊന്ന് പതിയൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കട്ടർ ഉപയോഗിച്ച് ബാറ്ററിയുടെ രണ്ട് എൻഡുകളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി നീളത്തിൽ കൂടി ചെറുതായിട്ടൊന്ന് കട്ടർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഒരുപാട് ഇറക്കി കട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോപ്പർ ലെയർ കട്ടായി പോകും. അതുപോലെ നമ്മൾ ഈ നീളത്തിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് പതിയൊന്ന് പ്രസ് ചെയ്ത് കൂടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിയുടെ മണ്ണിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് വേറെ ഒന്നുമല്ല, നമ്മൾ കയ്യിൽ പിടിച്ചാണ് കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും തെന്നി നമ്മുടെ കയ്യിലൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ബാറ്ററിയുടെ നെഗറ്റീവ് കട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് പോസിറ്റീവ് കട്ട് ചെയ്യാവുള്ളൂ. അതുപോലെ സ്ക്രാപ്പിലൊക്കെ ഇതുള്ള ബാറ്ററി സെൻറ്ററായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വലിയ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചില ബാറ്ററിയിൽ നിന്നൊക്കെ ഒരുപാട് സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. ചാർജുള്ള ബാറ്ററിക്ക് അങ്ങനെ സെൻറ്ററായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ടായിട്ടാണ് അങ്ങനെ പുകയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ കട്ട് ചെയ്തേക്കുന്നത് ഈ രീതിയിലാണ്. അതുപോലെ കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ബാറ്ററി ആണെങ്കിലും അതിനകത്ത് ചില ബാറ്ററികളിൽ ചാർജ് കാണാനുള്ള വഴിയുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആവാനും അതുപോലെ സ്മോക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങളാരും ഈ രീതിയിൽ ചെയ്തെടുക്കാനൊന്നും ഞാൻ പറയില്ല. നമ്മളിതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചെന്നുള്ളൂ. അതോ വെച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ബാറ്ററി കട്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കുക. ഞാനിവിടെ ഇത്രയും ബാറ്ററി കട്ട് ചെയ്തതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും നിങ്ങൾ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാം. അതുപോലെ ഞാനിന്നിവിടെ ഏകദേശം 27ഓളം ബാറ്ററി കട്ട് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പഴക്കം തോന്നിക്കുന്ന ബാറ്ററിയുടെ കോപ്പർ ലെയർ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കിയപ്പം എല്ലാം പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു കിട്ടിയത്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററിയുടെ ഉള്ളിലെ പാർട്സ് ഈ കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് കോപ്പർ ലെയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോപ്പർ ലെയർ മാത്രമാണ് നമുക്ക് ഇതിന് ആവശ്യം. ഒരുപാട് പഴയ ബാറ്ററിയൊക്കെ ആണെങ്കിൽ ഈ ഒരു കോപ്പർ ലെയറിൻ്റെ ആ ഒരു നിറമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു റോള് ഇനി ഓരോ ലെയറുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. കപ്പയൊക്കെ പൊളിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ ചെയ്തെടുത്താൽ മതി. ഒരുപാട് പഴക്കമൊന്നും തോന്നിക്കാത്ത ബാറ്ററി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊളിഞ്ഞ് കിട്ടും. ഒരുപാട് പഴക്കമുള്ളതും അതുപോലെ തുരുമ്പ് പിടിച്ച ബാറ്ററിയൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള കോപ്പർ ലെയറെല്ലാം പൊടിഞ്ഞ് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ ഈ ഒരു കോപ്പർ ലെയറിനാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള കോപ്പർ നമ്മൾ സ്ക്രാപ്പിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള കരിയും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ അവർ ഇതിൻ്റെയൊക്കെ തൂക്കം ഒരുപാട് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഈ അഴിച്ചെടുത്തേക്കുന്നത് 2011 മോഡലിൽ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ബാറ്ററിയുടെ കോപ്പർ ലെയർ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്.
ഏകദേശം ഒരു ബാറ്ററിയുടെ കോപ്പർ ലെയർ 3/4 മീറ്ററോളൊക്കെയാണ് നീളം. അപ്പോൾ ഇതിനങ്ങനെ വലിയ കാര്യമായിട്ട് വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ചധികം ബാറ്ററി ഉണ്ടെങ്കിലാണ് നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ കിട്ടുള്ളൂ. ഞാനിവിടെ തൊടുപുഴയുള്ള സ്ക്രാപ്പിലേക്ക് അന്വേഷിച്ച സമയത്ത് 1 കിലോ കോപ്പറിന് 650, 600 ആ റേഞ്ചിലേക്കാണ് അവർ കോപ്പർ എടുക്കുന്നത്. കൂടുതലായും ആളുകൾ ഇതിനെക്കുറിച്ച് അറിയില്ലാതെ ഇങ്ങനെയുള്ള ബാറ്ററികൾ വെറുതെ കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി ഡാമേജ് ആയാലും നമുക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിങ്ങനെയുള്ള ബാറ്ററിയുടെ സിലിണ്ടറും അതുപോലെ തന്നെ കോപ്പർ ലെയറും നമുക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഏകദേശം കട്ട് ചെയ്ത് ഇത്രയും കോപ്പറാണ് കിട്ടിയേക്കുന്നത്. ഞാനിന്നിവിടെ ഏകദേശം 27ഓളം ബാറ്ററി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള എടുത്തേക്കുന്ന കോപ്പറാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ നമ്മളിന്നിവിടെ കട്ട് ചെയ്തതിനകത്ത് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളിന്ന് കട്ട് ചെയ്ത ബാറ്ററിയുടെ സിലിണ്ടർ നമ്മളിന്ന് കൊടുക്കുന്നില്ല, അത് നമ്മൾ പിന്നീടാണ് കൊടുക്കുന്നുള്ളൂ. നമ്മളിന്നിവിടെ കട്ട് ചെയ്ത ബാറ്ററിയുടെ കോപ്പർ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കയ്യിൽ ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ബാറ്ററി കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റ് ആയിരുന്നു, ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗ്ലൗ ഇത് എവിടെ നിന്നാണ് മേടിച്ചതിന് എത്ര രൂപയാണെന്നൊക്കെ. അത് ഞാൻ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇതിനൊന്നിന് 5 രൂപയുള്ളൂ. വൈറ്റും ഉണ്ട്, ഇതുപോലത്തെ ബ്ലൂവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റലൊന്നും കട്ട് ചെയ്യാൻ കൊള്ളില്ല ഇതിട്ട്. ഇനി ഈ കോപ്പർ ലെയറിൽ കരിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോപ്പർ ലെയർ എല്ലാം കഴുകി ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിന്നിവിടെ ടോട്ടലായിട്ട് 27 ബാറ്ററിയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി സ്ക്രാപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് നോക്കാം. അങ്ങനെ നമ്മളിപ്പം കോപ്പറുമായിട്ട് സ്ക്രാപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇടമറുക എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വന്നേക്കുന്നത്, ഉടുമ്പന്നൂർ. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പ് കടയിൽ 1 കിലോ ചെമ്പിന് 600 രൂപയ്ക്കാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു കടയിലാണ് കൊടുക്കുന്നത്. തൊടുപുഴയിൽ 650 രൂപ ഉണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്. വലിയൊരു കടയിൽ ഈ ഒരു പുള്ളി നമ്മൾ കൊണ്ട് കൊടുത്ത ഈ ഒരു കോപ്പർ ലെയർ ഒരുപാട് നേരത്തെ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് എടുത്തത്. കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലെ കട്ടി കുറഞ്ഞ കോപ്പർ ലെയർ വരും ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. തൊടുപുഴയിലേക്കുള്ള സ്ക്രാപ്പിൽ അവരിങ്ങനെ ബാറ്ററി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളിയുടെ കുറേ നേരത്തെ സ്കാനിങ്ങിന് ശേഷം ഇതിനകത്ത് ചില ബാറ്ററിയുടെ ലെയറിലെല്ലാം കരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ തൂക്കം കുറയ്ക്കുമെന്നൊക്കെ പുള്ളി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ലിഥിയം അയൺ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് ഉള്ളതുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രാപ്പിലേക്ക് കൊണ്ടുപോയി ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളും കിട്ടും. അതുപോലെ ലിഥിയം അയൺ ബാറ്ററിയുടെ കോപ്പർ ലെയർ മാത്രമല്ല, അതിൻ്റെ പുറമേ ഉള്ള ഒരു മെറ്റൽ സിലിണ്ടറും അതും കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് അതിൻ്റേതായ തൂക്കത്തിനുള്ള പൈസ കിട്ടുള്ളൂ. അതുപോലെ ഇന്ന് നമ്മളിവിടെ ബാറ്ററി കട്ട് ചെയ്തെടുത്ത് അത് നല്ല അത്യാവശ്യം പണിയുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മളിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ ലിഥിയം അയൺ ബാറ്ററിയുടെ ഉള്ളിലുള്ള ഈ കോപ്പർ ലെയർ സ്ക്രാപ്പിൽ എടുക്കാതെ എന്നിരിക്കില്ല, സ്ക്രാപ്പിലെടുക്കും. പിന്നെ ഇതിന് വെയിറ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു 5-10 ബാറ്ററി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഒന്നും കിട്ടില്ല, കുറേ അധികം ബാറ്ററി വേണ്ടി വരും. അതുപോലെ പഴയ ബാറ്ററിയുടെയൊക്കെ കോപ്പർ ലെയർ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് കരിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ കരി പോലെയുള്ള ബാറ്ററിയുടെയും വില അവർ നന്നായിട്ട് തന്നെ കുറയ്ക്കും. അതുപോലെ ഞാനിന്നിവിടെ കൊണ്ടുവന്ന ഈ ഒരു കോപ്പറിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊന്നും പുള്ളിയുടെ ഈ ക്ലാസ്സിൽ കാണിക്കാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ കൊണ്ടുപോയി തൂക്കം നോക്കുകയാണ് ചെയ്തത്. അപ്പം ഞാനിന്നിവിടെ കട്ട് ചെയ്ത 27 ബാറ്ററി ആയിരുന്നു. അപ്പോൾ 27 ബാറ്ററിയുടെ കോപ്പർ എടുത്ത സമയത്ത് 300 ഗ്രാമിന് മേളിലുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സ്ക്രാപ്പിൽ 1 കിലോ ചെമ്പിന് 600 രൂപയ്ക്കാണ് ഇവർ എടുക്കുന്നത്. നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് 27 ബാറ്ററിയുടെ കോപ്പർ എടുത്തപ്പം 120 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇതുപോലെ ഡാമേജ് ആയ ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്നും വീണ്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റും. ഇങ്ങനെയുള്ള ബാറ്ററിയുടെ കോപ്പർ സ്ക്രാപ്പ് കടകളിൽ എടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സിലിണ്ടർ പുറമേയുള്ള ഒരു സിലിണ്ടറും കടകളിൽ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പഴയ ബാറ്ററികളാണെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കോപ്പറൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള 27 ബാറ്ററി ആയിരുന്നു കട്ട് ചെയ്ത്. 27 ബാറ്ററിയുടെ കോപ്പർ മാത്രം കൊടുത്ത സമയത്ത് നമുക്ക് 120 രൂപ കിട്ടി. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ പുറമേയുള്ള ഒരു മെറ്റൽ സിലിണ്ടറും കൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൈസ കിട്ടിയാനേ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.